Hey guys, so നമ്മൾ എങ്ങനെയാണ് RAM എടുക്കാനുള്ള വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? സോ തിയററ്റിക്കൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അത് കാണാത്തവരാണെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, അല്ലെങ്കിൽ ഇവിടെ മുകളിൽ എവിടെയായിട്ട് ഐ ബട്ടണിൽ കൊടുക്കാം. ഓക്കെ, സോ RAM എങ്ങനെയാണ് തിരഞ്ഞെടുക്കുക എന്നുള്ള കാര്യം മാത്രം അറിഞ്ഞാൽ പോരാ അല്ലേ? ഇത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ ലാപ്ടോപ്പിൽ ഫിസിക്കലായിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളത് കൂടി അറിഞ്ഞിരിക്കുന്ന ഒരു നല്ലൊരു കാര്യമാണല്ലേ. എപ്പോഴും നമുക്ക് സർവീസ് സെന്ററിൽ കൊണ്ട് കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ പൈസ ചിലവുള്ള കാര്യമാണ്. പക്ഷേ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ലാപ്ടോപ്പുകൾ നോക്കുകയാണെങ്കിൽ മിക്കവാറും എല്ലാതും നമുക്ക് ഈസിലി അപ്ഗ്രേഡ് ചെയ്യുന്ന രീതിയിലാണ് ലാപ്ടോപ്പുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, റാം ആണെങ്കിലും ഇന്റേണൽ സ്റ്റോറേജ് ആണെങ്കിലും ഒരൊറ്റ സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അപ്ഗ്രേഡ് ചെയ്യുന്ന രീതിയിലാണ് മോസ്റ്റ് ഓഫ് ദി ലാപ്ടോപ്പുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ഇന്ന് നമ്മൾ അതിനെയാണ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് ഒരു റാം നമ്മുടെ ലാപ്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഫിസിക്കലായിട്ട് എങ്ങനെയാണ് നമ്മളത് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് അറ്റാച്ച് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, സോ തുടങ്ങല്ലേ. അപ്പോൾ റാം ഇൻസ്റ്റാൾ ചെയ്തതിന് മുന്നായിട്ട് നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഏത് ടൂളൊക്കെയാണ് നമുക്ക് ഇതിന് ആവശ്യമുള്ളതെന്നാണ്. വേറെ ഒന്നുമല്ല, നമുക്ക് ആ കൂടി ആവശ്യമുള്ള ഒരു ഒറ്റ സ്ക്രൂ ഡ്രൈവർ മാത്രമാണ്. ഓക്കെ, നൗ അത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പറയാനുള്ളത് റാമിനെ പറ്റിയിട്ടാണ്. ഏത് ടൈപ്പ് റാം ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ റാം എങ്ങനെ എടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അതിനെ പറ്റി നമ്മൾ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ക്രൂഷ്യലിൻ്റെ 8GB റാം ആണ്. ഓക്കെ, ഇതിൻ്റെ സ്പെക്ക് എന്ന് പറയുന്നത്, ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 2666 MHz ആണ്. അതുപോലെ തന്നെ 1.2 വോൾട്ട് ആണ്. അതേപോലെ തന്നെ ഇതിന്റെ ലേറ്റൻസി എന്ന് പറയുന്നത് CL19 ആണ്. ഓക്കെ, അപ്പോൾ പറയുകയാണെങ്കിൽ എൻ്റെ ലാപ്ടോപ്പിന്റെ ഓൾറെഡി ഉള്ള റാമിനായിട്ട് കറക്റ്റ് സ്പെക്ക് മാച്ച് ആണ്. അതിൽ ഒരു വ്യത്യാസം ഇതിൽ വന്നിട്ടില്ല. ഓക്കെ, കമ്പനി മാത്രമാണ് ഡിഫറൻസ്. എൻ്റെ ലാപ്ടോപ്പിലുള്ളത് ഹൈനിക്സിൻ്റെ ആണ് റാം എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ അവൈലബിലിറ്റി ഇല്ലാത്ത കാരണം നമ്മൾ ക്രൂഷ്യലിൽ എടുത്തു. ക്രൂഷ്യൽ നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി അഫോർഡബിളി നല്ല ബ്രാൻഡാണ്. ഓക്കെ, അപ്പോൾ പറച്ചിലൊക്കെ നമുക്ക് നിർത്താമല്ലേ. ഇനി എങ്ങനെയാണ് നമുക്ക് ലാപ്ടോപ്പിൽ റാം ഇൻസ്റ്റാൾ ചെയ്യാനുള്ളതെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ലാപ്ടോപ്പിന്റെ ബാക്ക് പാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാമല്ലേ, റാമിന് വേണ്ടിയിട്ട് സെക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഹാർഡ് ഡിസ്കിന് വേണ്ടി മറ്റൊരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം രണ്ടിനും ഒരൊറ്റ സ്ക്രൂവേ ഉള്ളൂ അല്ലേ. അപ്പോൾ അത് ഈസിലി നമുക്കത് തുറന്ന് അത് അപ്ഗ്രേഡ് ചെയ്യുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. മിക്കവാറും എല്ലാ ലാപ്ടോപ്പുകൾക്കും ഇങ്ങനെ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഹാർഡ് ഡിസ്കിൻ്റെ കാര്യം നമുക്ക് പിന്നീട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ എങ്ങനെയാണ് റാം ഇൻസ്റ്റാൾ ചെയ്യുന്നത് നോക്കാം അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒറ്റ സ്ക്രൂ മാത്രമേ അഴിക്കാനുള്ളൂ. അപ്പോൾ നമുക്ക് അഴിക്കാം അല്ലേ. അപ്പോൾ എനിക്കിത് അഴിക്കുന്ന സമയത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് എല്ലാ ലാപ്ടോപ്പുകളിലും ഇത് സെയിം ആവണമെന്നില്ല. ചില ലാപ്ടോപ്പുകളിൽ ഫുൾ ബാക്ക് പാനൽ അഴിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് റാം ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പോൾ ഇതൊരു ഗെയിമിംഗ് ലാപ്ടോപ്പാണ്, അതുകൊണ്ട് തന്നെ ഇത് ഈസിലി അപ്ഗ്രേഡബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മൾ അധികം പ്രഷർ കൊടുക്കുകയാണ് ചെയ്യുക, കാരണം നമ്മുടെ ഡിസ്പ്ലേ ഇതിന് താഴെയുള്ള കാരണം പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ അത് ഡിസ്പ്ലേക്ക് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ നമ്മളിത് സ്ക്രൂ നമ്മൾ ലൂസ് ആക്കിയിട്ടുണ്ട്. ഇത് എടുക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അപ്പോൾ അതൊക്കെ ഒന്ന് പൊന്തിച്ചതിന് ശേഷം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കണ്ടോ, സ്ക്രൂ നമ്മുടെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ക്രൂ അഴിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഈ ഒരു പാനൽ നമുക്ക് അഴിക്കാനുള്ളതാണ്. ഓക്കെ, ഇതൊക്കെ നോക്കുമ്പോൾ അഴിക്കുമ്പോൾ സൂക്ഷിക്കുക, അത് പ്ലാസ്റ്റിക്കാണ്, ഇത് ഒടിയാനുള്ള ചാൻസ് ഉണ്ട്. ഹാർഡ് പ്ലാസ്റ്റിക് ആണെങ്കിൽ പോലും സൂക്ഷിച്ചിട്ട് പൊന്തിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, പതുക്കെ നമ്മൾ അഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ സൈഡിൽ നിന്ന് കറക്റ്റായിട്ട് അത് വിട്ടുപോരും. ഓക്കെ, സോ അപ്പോൾ ഇതാണ് നമ്മുടെ റാമിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത്. ഞാനിതൊന്ന് സൂം ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ റാമിൻ്റെ സെക്ഷൻ എല്ലാവർക്കും കാണാമെന്ന് വിചാരിക്കണു. അപ്പോൾ നിങ്ങൾക്ക് ടോപ്പിൽ ഓൾറെഡി ഇവിടെ കാണാം റാം ഓൾറെഡി ഇൻസ്റ്റാൾ ആയി ഇരിക്കുന്നുണ്ട്. അത് എൻ്റെ ലാപ്ടോപ്പിൽ ഓൾറെഡി ഉള്ള റാമാണ്. അപ്പോൾ ഇതിൻ്റെ താഴെയാണ് രണ്ടാമത്തെ സ്ലോട്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഏത് സ്ലോട്ടിൽ വേണമെങ്കിലും റാം ഇടാവുന്നതാണ്. ടോപ്പിലെ സ്ലോട്ടിൽ ഇടാം, അല്ലെങ്കിൽ താഴെയുള്ള സ്ലോട്ടിലായി ഇടാം. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഫസ്റ്റത്തെ നമുക്ക് ഇത് റിമൂവ് ചെയ്യണം അല്ലേ, എന്നാലാണ് നമുക്ക് താഴെ ഇടാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സൈഡിലായിട്ട് രണ്ട് ക്ലിപ്പുകളുണ്ട് അല്ലേ. ഇതാണ് റാമിൻ്റെ ലോക്ക് ചെയ്ത് നിർത്തുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ചെയ്യേണ്ട കാര്യം പതുക്കെ നമ്മൾ രണ്ടും ഇങ്ങോട്ടാക്കാം. ഓക്കെ, അപ്പോൾ കണ്ടില്ല, അപ്പോൾ റാം ഓട്ടോമാറ്റിക്കലി പൊന്തി വന്നിട്ടില്ല, അതിനർത്ഥം നമ്മൾ കറക്റ്റായിട്ട് ലോക്ക് പിടിപ്പിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്, ഹാർഡായിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇത് പൊന്തി വന്നു കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ റാം ഇതിൽ നിന്ന് ഡി അറ്റാച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ കാണുന്ന ഈ പിന്നുകളുണ്ടല്ലോ, അത് പരമാവധി കൈ കൊണ്ട് തൊടാണ്ടിരിക്കുക. ഈ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയുടെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മളത് ആ ഒരു കറക്റ്റ് പ്രിക്കോഷനിൽ എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇത് നമ്മൾ സേഫായിട്ട് നീക്കി വയ്ക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ പുതിയ റാം എടുക്കുക അല്ലേ. ഓക്കെ, ഇതാണ് നമ്മുടെ ക്രൂഷ്യലിൻ്റെ പുതിയ റാം 8GB. നമ്മുടെ സ്പെക്കൊക്കെ മുന്നേ പറഞ്ഞതാണ്, പിന്നെ അത് കാണിക്കുന്നില്ല. നമ്മൾ പതുക്കെ നമ്മളൊന്ന് ഓപ്പൺ ആക്കുക, എന്നിട്ട് പതുക്കെ നമ്മുടെ കയ്യിലേക്ക് റാം എടുക്കുക. അപ്പോൾ നമുക്കിനി നോക്കാനുള്ള കാര്യം, ഇവിടെ രണ്ട് സ്ലോട്ട് ഉണ്ട് അല്ലേ. സോ ഇതിൽ ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് റാം ഇടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മുൻപുണ്ടായിരുന്ന റാം ഇതിൻ്റെ ടോപ്പിലായിരുന്നു ഇരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ പുതിയ റാം എന്ന് പറയുന്നത് ഇതിന് താഴെ ഇടാം അല്ലേ. അങ്ങനെ ഇട്ടണമെന്ന് ഒരു നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ലോട്ടിൽ ഇടാം. അപ്പോൾ നമ്മളിവിടെ ഇടാൻ പോകുന്നത് രണ്ടാമത്തെ സ്ലോട്ടിലേക്കാണ്.
ഓക്കെ, അപ്പോൾ അത് ഞാൻ ഒന്നുകൂടി ആ സ്ലോട്ട് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കറക്റ്റായിട്ട് ഇത് കാണാമെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഫസ്റ്റത്തെ സ്ലോട്ട്, ഇതാണ് രണ്ടാമത്തെ സ്ലോട്ട് എന്ന് പറയുന്നത്. ഈ കാണാം അല്ലേ, ഈ 2 പിന്നുകൾ ഇടാനുള്ള സ്ലോട്ട് കാണാം, ഇതാണ്. അപ്പോൾ നമുക്കിനി റാം ഇൻസ്റ്റാൾ ചെയ്യാം അല്ലേ. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ശ്രദ്ധിച്ചറിയാം അല്ലേ, ഇത് കറക്റ്റ് അല്ല. കാരണം ഈ ഒരു നോച്ച് എന്ന് പറയുന്നത് ഇവിടെ മാച്ച് അല്ല. അപ്പോൾ ഇതൊരിക്കലും നിങ്ങൾക്ക് ഈ ഒരു സൈഡല്ല റാമിൻ്റെ അതിലേക്ക് ഇടേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ പതുക്കെ ഒന്ന് തിരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി നോക്കിയാൽ കാണാം അല്ലേ, ഈ ഒരു നോച്ച് എന്ന് പറയുന്നത് ഈ ഒരു ചെറിയൊരു പോയിന്റിന് അലൈനായിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പതുക്കെ ഇതിലേക്ക് ഈ എല്ലാ പോയിന്റുകളിലേക്കും ഇത് ഇറക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഇവിടെ എന്ന് പറയുന്നത് ഒരു പിന്ന് പോലും നിങ്ങൾക്ക് പുറത്തേക്ക് കാണുന്നില്ല അല്ലേ. ഇപ്പം ഇത്രയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പതുക്കെ ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുക. പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 ക്ലിപ്പുകൾ ഓട്ടോമാറ്റിക്കലി അത് ലോക്ക് ആയിട്ടുണ്ട്. ഒരു ചെറിയൊരു ക്ലിക്ക് എന്നുള്ള സൗണ്ടും കേൾക്കാം. അങ്ങനെ കേട്ടെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നമ്മുടെ റാം സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾഡ് ആണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ നമ്മുടെ ഓൾറെഡി ഉണ്ടായിരുന്ന റാം എടുത്ത് നമുക്ക് ഇതിലേക്ക് ഇടാം അല്ലേ. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഈ അലൈൻമെൻറ്റ് നോക്കുക, ഇത് കറക്റ്റ് അല്ല അല്ലേ. അപ്പോൾ നമ്മളത് തിരിച്ചു കൊടുക്കുക പതുക്കെ. ഇനിയിപ്പോൾ കറക്റ്റായിട്ട് ആ പിന്നുകൾ ഫുള്ളായിട്ട് അതിനുള്ളിലേക്ക് ഇറക്കി കൊടുക്കുക. ഓക്കെ, ഇറക്കി കൊടുത്തതിന് ശേഷം നമ്മൾ പതുക്കൊന്ന് പുഷ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 2 ക്ലിപ്പ് ഇവിടെ ലോക്ക് ആയിട്ടുണ്ട്. ഈ ഒരു കമ്പോണൻസിലൊന്നും ഒരിക്കലും തൊടാണ്ടിരിക്കുക. ഓക്കെ, സോ ഇപ്പോൾ 2 റാം നമ്മൾ ഈസിലി ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ റാം ഇൻസ്റ്റാൾ ചെയ്യാന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ് നമ്മൾ പ്രത്യേകിച്ച് ഒരു സെറ്റപ്പും ഇതിൽ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഓക്കെ, നമുക്കിനി ഇത് ക്ലോസ് ചെയ്യാം അല്ലേ. അപ്പോൾ ഇത് കറക്റ്റ് അതിൻ്റെ സ്ലോട്ടിലേക്ക് നോക്കിയിടുക. ഓക്കെ, അധികം പ്രസ് ചെയ്യാണ്ടിരിക്കുക, കാരണം താഴെ ഡിസ്പ്ലേ ഉള്ളതാണ്, അത് ഡാമേജ് വരുത്താതെ പതുക്കെ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. സ്ക്രൂ അതിലേക്ക് ഇടുക. ഓക്കെ, തിരിച്ചത് സ്ക്രൂ ചെയ്ത് വയ്ക്കുക. അത്ര വളരെ നല്ല ടൈറ്റായിട്ട് വെക്കേണ്ട ആവശ്യമില്ല, എന്നാൽ പോലും അത്യാവശ്യം ടൈറ്റിലത് സ്ക്രൂ ചെയ്ത് വയ്ക്കുക. പ്രഷർ കൊടുക്കരുത്, അതാണ് എനിക്ക് എപ്പോഴും പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ റാം സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ലാപ്ടോപ്പിൽ റാം ഇൻസ്റ്റാൾ എന്ന് പറയുന്നത്. ഇത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. ഇത് പലർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ പലർക്കും അറിഞ്ഞിട്ടും ചെയ്യാൻ പേടിച്ചിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. കാരണം ഇതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് നിങ്ങൾ ഷോപ്പിലൊക്കെ പോയിട്ട് പൈസ കൊടുക്കാന്ന് പറഞ്ഞാൽ അത്ര വലിയ സുഖമുള്ള പരിപാടിയല്ല അല്ലേ. അതിന് പേര് നമുക്ക് തന്നെ വീട്ടിൽ നിന്ന് ചെയ്യാവുന്നുള്ളൂ. ഓക്കെ, പക്ഷേ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇതൊരു ഇലക്ട്രോണിക് കമ്പോണൻ്റ് ആണ്, കുറച്ച് വില കൂടിയൊരു വസ്തുവാണ്. എടുക്കുമ്പോൾ നമ്മളെപ്പോഴും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ഓക്കെ, സോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഭാവിയിൽ എങ്ങനെയാണ് ഹാർഡ് ഡിസ്ക് റീപ്ലേസ് ചെയ്യുക, അതുപോലെ തന്നെ എങ്ങനെയാണ് ലാപ്ടോപ്പ് തുറന്നിട്ട് അത് ക്ലീൻ ചെയ്യുക, അത്തരം കാര്യങ്ങളൊക്കെ മറ്റൊരു വീഡിയോയിലായിട്ട് പറയാം. ഓക്കെ, സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.